ഇതുപോലെ ചുറ്റുമുള്ള വലിയ ബഹളങ്ങൾ പെട്ടെന്നൊരു മാന്ത്രികത പോലെ ഇല്ലാതാക്കാൻ ഇയർഫോണുകൾക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? ഹെഡ്ഫോൺ വെച്ച് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ അഥവാ ANC ഓൺ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി ഈ ലോകം മുഴുവൻ നിശബ്ദമാകും. പുറത്തെ വണ്ടിയുടെ ബഹളവും ആളുകളുടെ സംസാരവുമെല്ലാം പെട്ടെന്നില്ലാതാകുന്നു. ഇത് വെറുമൊരു സൗണ്ട് ബ്ലോക്കിംഗ് അല്ല. നിങ്ങളുടെ ഹെഡ്ഫോൺ പുറത്തെ ശബ്ദത്തെ കേട്ട് പഠിച്ച് അതിനെതിരെ ഒരു യുദ്ധം ചെയ്യുകയാണ്. പക്ഷേ ഇവിടെ ഫിസിക്സിനെ വെല്ലുവിളിക്കുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. ശബ്ദം സഞ്ചരിക്കുന്നത് സെക്കൻഡിൽ 343 മീറ്റർ സ്പീഡിലാണ്. പുറത്തെ ബഹളം നിങ്ങളുടെ ചെവിയിലേക്ക് എത്തുന്ന ആ സമയത്തിനുള്ളിൽ ഈ കുഞ്ഞ് ഹെഡ്ഫോണിന് എങ്ങനെയാണ് ആ ശബ്ദത്തെ പടവെട്ടി ഇല്ലാതാക്കാൻ കഴിയുന്നത്? ഈ മൈക്രോ സെക്കൻഡ് മത്സരത്തിൻ്റെ പിന്നിലെ നിഗൂഢത എന്താണെന്ന് നമുക്ക് നോക്കാം. ഹലോ ഡിയർ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ടു റോംബസ് സയൻസ്. ശബ്ദമെന്നത് വായുവിലൂടെ കടന്നു പോകുന്ന ഊർജ്ജ തരംഗങ്ങളാണ്, അതായത് സൗണ്ട് വേവ്സ്. അതിന് കൊടുമുടികളും പീക്സ്, താഴ്വരകളും വാലീസ് ഉണ്ട്. വായുവിൻ്റെ പ്രഷർ കൂടുന്ന ഭാഗത്തെയാണ് നമ്മൾ പീക്ക് എന്ന് വിളിക്കുന്നത്. പ്രഷർ കുറഞ്ഞ ഭാഗത്തെയാണ് വാലി എന്ന് വിളിക്കുന്നത്. ഏതൊരു ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഇയർഫോണോ അല്ലെങ്കിൽ ഹെഡ്ഫോണുകളുടെയും പുറം ഭാഗത്ത് ചെറിയ മൈക്രോഫോണുകൾ ഘടിപ്പിച്ചിരിക്കും. ഈ ചെറിയ മൈക്രോഫോണുകൾ പുറമേയുള്ള ശബ്ദതരംഗങ്ങളെ കൃത്യമായി ക്യാപ്ചർ ചെയ്യും. എന്നിട്ട് ഇതിനുള്ളിലെ പ്രോസസ്സർ ഈ വേവിനെ തലകീഴായി തിരിക്കും. അതായത് പുറത്തെ ശബ്ദത്തിൻ്റെ കൊടുമുടി ചെവിക്കുള്ളിലേക്ക് കയറുമ്പോൾ ഹെഡ്ഫോണിൻ്റെ സ്പീക്കർ കൃത്യമായി ഒരു താഴ്വര ക്രിയേറ്റ് ചെയ്യും. ഇതിനെയാണ് ഫേസ് ഇൻവേർഷൻ അഥവാ ആൻറ്റി നോയിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് തരംഗങ്ങളുണ്ട്. ഒന്ന് ഹെഡ്ഫോണിൻ്റെ പ്ലാസ്റ്റിക് ബോഡി, സ്പോഞ്ച് ഇവയൊക്കെ കടന്നു പോകുന്ന പുറമേ നിന്നുള്ള നോയിസ്. മറ്റേത് DSP തലകീഴാക്കി മാറ്റിയ ഇതേ നോയിസ്. ഈ രണ്ട് വേവുകളും നിങ്ങളുടെ ചെവിക്ക് തൊട്ട് മുന്നിൽ വച്ച് ഒന്നിക്കുമ്പോൾ അവ പരസ്പരം ഇല്ലാതാകുന്നു. അതിന് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്നാണ് വിളിക്കുന്നത്. അതായത് +1ഉം -1ഉം ചേർന്നാൽ 0 ആവുന്ന പോലെ. ഇതാണ് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. വിപണിയിലുള്ള എല്ലാ ANC ഹെഡ്ഫോണുകളിലും രണ്ട് തരം നോയിസ് ക്യാൻസലേഷൻ നടക്കുന്നുണ്ട്. ഒന്ന് പാസീവ് നോയിസ് ക്യാൻസലേഷൻ, രണ്ടാമത്തേത് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ. പാസീവ് നോയിസ് ക്യാൻസലേഷനിൽ ഇലക്ട്രോണിക്സ് ഇടപെടലുകളില്ല. ഹെഡ്ഫോൺ എത്രത്തോളം ടൈറ്റായി ചെവിയിൽ സീൽ ചെയ്തിരിക്കുന്നു, അതിൻ്റെ ഷേപ്പ്, അത് കവർ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എന്നിവയെ മാത്രമാണ് അത് ആശ്രയിച്ചിരിക്കുന്നത്. നമ്മുടെ ചെവി കൈകൊണ്ട് പൊത്തിപ്പിടിക്കുന്ന പോലെയാണ് ലളിതമായി പറഞ്ഞാൽ ഈ പാസീവ് നോയിസ് ക്യാൻസലേഷൻ. ഹൈ ഫ്രീക്വൻസി ശബ്ദങ്ങളെ, അതായത് മനുഷ്യരുടെ സംസാരം, പക്ഷികളുടെ ശബ്ദം, പാത്രങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദം, കീബോർഡ് ടൈപ്പിംഗ് ഇവയൊക്കെ തടയാൻ എളുപ്പമാണ്. കാരണം ഇത്തരം തരംഗങ്ങളുടെ നീളം അഥവാ വേവ് ലെന്ത് വളരെ കുറവാണ്. അതുകൊണ്ട് ഹെഡ്ഫോണിൻ്റെ പ്ലാസ്റ്റിക് ബോഡിയോ ഫോം കുഷനുകളോ വഴി ഇവയെ വളരെ എളുപ്പത്തിൽ തടഞ്ഞു നിർത്താൻ കഴിയും. എന്നാൽ ലോ ഫ്രീക്വൻസി ശബ്ദങ്ങൾ, ഉദാഹരണത്തിന് വിമാനത്തിൻ്റെ എൻജിൻ്റെ ശബ്ദം, ഡ്രോൺ ശബ്ദം, ബിൽഡിങ്ങുകളുടെ AC ശബ്ദം, റോഡിലെ ശബ്ദം, ഇവയൊക്കെ ലോ ഫ്രീക്വൻസി തരംഗങ്ങളാണ്. അതുകൊണ്ട് അവയുടെ തരംഗ ദൈർഘ്യം വളരെ വലുതാണ്. പ്ലാസ്റ്റിക് കൊണ്ടോ ഫോം കൊണ്ടോ ഇവയെ തടയാൻ കഴിയില്ല. ഇവിടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഡിജിറ്റലായി ഇടപെട്ട് ഈ ലോ ഫ്രീക്വൻസി ശബ്ദതരംഗങ്ങളെ ആഗിരണം ചെയ്ത് ഒഴിവാക്കുന്നത്. ഓർക്കുക, എല്ലാ ആക്റ്റീവ് നോയിസ് ഹെഡ്ഫോണുകളിലും പാസീവ് നോയിസ് ക്യാൻസലേഷൻ അടങ്ങിയിട്ടുണ്ട്, എന്നാൽ തിരിച്ച് ഇല്ല. ഇനി നമ്മുടെ ഇൻട്രോയിൽ പറഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താം. പുറത്തെ ഇൻറ്റൻസിറ്റിയുള്ള ലോ ഫ്രീക്വൻസി തരംഗങ്ങൾ മൈക്കിൽ നിന്ന് ഇയർ കനാലിലേക്ക് എത്താൻ എടുക്കുന്ന ദൂരം വെറും 2 സെൻറ്റിമീറ്റർ മാത്രമാണ്. ഇതിനെടുക്കുന്ന സമയം ഏതാണ്ട് 58 മൈക്രോ സെക്കൻഡ്. ഈ സമയത്തിനുള്ളിൽ ഹെഡ്ഫോണിന് സൗണ്ട് ക്യാപ്ചർ ചെയ്യണം, ഡിജിറ്റൽ ആക്കണം, അതായത് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ. അത് കഴിഞ്ഞിട്ട് DSP പ്രോസസ്സർ വഴി വേവ് തലകീഴായി തിരിക്കണം. വീണ്ടും അനലോഗ് വേവാക്കി, അതായത് DAC ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ പുറത്തേക്ക് സ്പീക്കറിലൂടെ വിടണം. പ്രോസസ്സർ വെറും ഒരു മൈക്രോ സെക്കൻഡ് ലേറ്റായാൽ പോലും ബഹളം ഇരട്ടിയാകും. പുറത്തുനിന്നുള്ള വലിയ ശബ്ദതരംഗങ്ങൾ വായുവിലൂടെ വരുന്നത് പോലെ എളുപ്പത്തിൽ ഹെഡ്ഫോണിൻ്റെ കട്ടിയുള്ള പ്ലാസ്റ്റിക്കിലൂടെ കടന്നു പോകില്ല. ഈ ബാരിയർ ആ തരംഗങ്ങളെ ചെറുതായി താമസിപ്പിക്കുന്നു. ഇതിനെ ഫേസ് ഡിലേ എന്നാണ് വിളിക്കുന്നത്. ഈ ശബ്ദതരംഗങ്ങൾ പ്ലാസ്റ്റിക്കിൽ തട്ടി ഉള്ളിലേക്ക് ഇഴഞ്ഞു നീങ്ങുമ്പോൾ ഉള്ളിലെ ചിപ്പുകൾ പ്രകാശത്തിൻ്റെ വേഗതയിൽ പണി തീർത്ത് ആൻറ്റി നോയിസുമായിട്ട് സ്പീക്കറിൽ റെഡിയായി നിൽക്കും.
ഇതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യയാണ് അഡാപ്റ്റീവ് ANC. നമ്മളിരിക്കുന്ന പരിസ്ഥിതി മാറുമ്പോൾ, ഉദാഹരണത്തിന് ശാന്തമായ ഒരു മുറിയിൽ നിന്ന് തിരികെ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ എത്രത്തോളം നോയിസ് ക്യാൻസലേഷൻ വേണമെന്ന് ഓരോ നിമിഷവും ഈ സിസ്റ്റം റിയൽ ടൈമിൽ സ്വയം തീരുമാനിക്കും. സാഹചര്യത്തിനനുസരിച്ച് ഇതിൻ്റെ തീവ്രത മാറുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് ബാറ്ററി ലാഭിക്കാൻ സഹായിക്കാറുണ്ട്. എന്നാൽ നോർമൽ ANCയുടെ കാര്യം അങ്ങനെയല്ല. നമ്മൾ തലചരിക്കുമ്പോഴോ ചെറിയൊരു ഇളക്കം തട്ടി ഇയർഫോണിൻ്റെ അക്വസ്റ്റിക് സീലിംഗ് മാറുകയോ ചെയ്താൽ പോലും ആ മാറ്റം തിരിച്ചറിയാൻ നോർമൽ ANCക്ക് കഴിയില്ല. ചുറ്റുപാടിൽ എന്ത് മാറ്റം വന്നാലും മുൻപ് പ്രോഗ്രാം ചെയ്ത് വച്ചിട്ടുള്ള അതേ പഴയ ആൻറ്റി നോയിസ് തരംഗങ്ങൾ തന്നെ ഇത് പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും. ഇനിയാണ് വിപണിയിലെ ഏറ്റവും വലിയ കള്ളക്കളി നമ്മൾ അറിയേണ്ടത്. 1000 രൂപയുടെ ഇയർഫോണിൻ്റെ ബോക്സിൽ പോലും നോയിസ് ക്യാൻസലേഷൻ എന്ന് എഴുതി വച്ചിരിക്കും. പക്ഷേ അത് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ആയിരിക്കില്ല. പകരം ENC അഥവാ എൻവയോൺമെൻറ്റൽ നോയിസ് ക്യാൻസലേഷൻ ആയിരിക്കും. ഇത് നമ്മളെ പറ്റിക്കാനുള്ള ബ്രാൻഡുകളുടെ ഒരടവാണ്. സംഗതി വളരെ സിമ്പിളാണ്. സുഹൃത്തുക്കളെ, നമ്മൾ തിരക്കുള്ള റോഡിലൂടെ നടന്നു പോകുമ്പോൾ നമ്മുടെ കൂട്ടുകാരനെ ഫോൺ വിളിക്കുകയാണെന്ന് കരുതുക. നമ്മുടെ ഇയർഫോണിൽ ENC ഉണ്ടെങ്കിൽ അത് നമ്മുടെ ചുറ്റുമുള്ള വണ്ടികളുടെ ബഹളവും ഹോണടിയും ഒക്കെ ഡിജിറ്റലായി വെട്ടിമാറ്റും. എന്നിട്ട് നമ്മുടെ ശബ്ദം മാത്രം ക്ലിയറാക്കി അപ്പുറത്ത് സംസാരിക്കുന്ന കൂട്ടുകാരന് എത്തിച്ചു കൊടുക്കും. അതായത് ENC ഓൺ ചെയ്യുമ്പോൾ നമുക്കല്ല സമാധാനം കിട്ടുന്നത്, പകരം നമ്മളോട് ഫോണിൽ സംസാരിക്കുന്ന അപ്പുറത്തുള്ള ആളിനാണ് സമാധാനം കിട്ടുന്നത്, അല്ലെങ്കിൽ അയാളുടെ ചെവിക്കാണ് സമാധാനം കിട്ടുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കമ്പനികളുടെ പരസ്യങ്ങളിലെ അവകാശവാദങ്ങളല്ല, ഫിസിക്സാണ് ANCയുടെ പരിധി നിശ്ചയിക്കുന്നത്. ഒരു ഹെഡ്ഫോണിന് നിങ്ങൾക്ക് 100% നിശബ്ദത തരാൻ കഴിയില്ല. പെട്ടെന്നുണ്ടാകുന്ന വലിയ ശബ്ദങ്ങൾ ചെവിയിൽ കേൾക്കുക തന്നെ ചെയ്യും. ഇനി എത്ര വില കൂടിയ ഹെഡ്ഫോൺ വാങ്ങിയാലും അത് നിങ്ങളുടെ ചെവിയിൽ കറക്റ്റായി ഫിറ്റ് ആകുന്നില്ല എങ്കിൽ ഒരു കാര്യവുമില്ല, ആ സിസ്റ്റം പരാജയപ്പെടും. വെറുതെ ബ്രാൻഡ് പ്രതാപം മാത്രം നോക്കി പോകാതെ നല്ല ഫിറ്റിംഗ് ഉള്ളതും നിങ്ങളുടെ സാഹചര്യത്തിന് ചേരുന്നതുമായ മോഡ് തിരഞ്ഞെടുക്കുന്നതാണ് ബുദ്ധി. ഈ പരിമിതികൾ ഒക്കെ ഉണ്ടെങ്കിലും സ്ഥിരമായി യാത്ര ചെയ്യുന്നവർക്കും ഒരു ഓപ്പൺ ഓഫീസിലിരുന്ന് ശ്രദ്ധയോടെ ജോലി ചെയ്യേണ്ടവർക്കും ഇന്ന് പേഴ്സണൽ ഓഡിയോയിൽ ലഭ്യമായ ഏറ്റവും മികച്ച ഫീച്ചറുകളിൽ ഒന്ന് തന്നെയാണ് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഇത്തരത്തിലുള്ള മറ്റൊരു രസകരമായ സയൻസ് ടെക് വീഡിയോയുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെ വളരെ നന്ദി, നമസ്കാരം.